പോലീസേ മെച്ചിനെ വിളിച്ചു പറഞ്ഞേ നോക്കുമ്പോ മെച്ചിനെ വിളിയടാ പാത്രം കഴുകാൻ അടിച്ചു വരാനൊക്കെ പോയിങ്ങാണ്ടൊക്കെയാണ് എന്റെ മോനെ വളർത്തി കൊണ്ടുവരുന്നത്. എന്റെ മോന് +2 കഴിഞ്ഞ് വേറെ പഠിക്കാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടമൊക്കെ വന്നത്. പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നായിരുന്നു എന്റെ മോന്. എന്നോട് പറയും മെച്ചി എനിക്ക് പഠിക്കാൻ പോണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും മോനെ മെച്ചി കുറച്ചും കൂടെ താമസം കൊണ്ട് പൈസ കുറച്ച് സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞാട്ടാ ഞാൻ കൂലിപ്പണിയെടുത്ത് വരികയായിരുന്നു. എനിക്ക് എന്റെ മോനേ ഉള്ളു, എന്റെ അമ്മേന്റെ മോനേ ഉള്ളു. എന്റെ അമ്മ പ്രായമായതാണ്. വേറെ എനിക്ക് ഒന്നുമില്ല. എനിക്ക് വീട് ഞാൻ വാടക വീട്ടിലാണ്, സ്വന്തമായിട്ട് വീടില്ല. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്ത് ജീവിക്കുന്ന മോന് വേണ്ടിയിട്ടായിരുന്നു. ഫിറോസ് കുന്നംപറമ്പിലാണ്. വാപ്പയില്ലാത്ത ഒരു മോനാണ്, ചെവി കേൾക്കാത്ത ഉമ്മയാണ്, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം. ഈ ഉമ്മാക്കും അവന്റെ വല്യുമ്മാക്കും ഏക അത്താണിയാണ് +2 കഴിഞ്ഞ ഷിബിൽ എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോന്. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് തലയ്ക്കും വാരിയെല്ലിനും നട്ടെല്ലിനും കാലിനും ഗുരുതരമായ പരിക്കുകളായിട്ട് മിംസ് ആശുപത്രിയുടെ വെന്റിലേറ്ററിലാണ്. ഒരു കണ്ണിന്റെ കാഴ്ച നശിച്ചു, മറ്റേ കണ്ണിന്റെ കാഴ്ചയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് യത്തീമായിട്ടുള്ള ഈ ഒരു പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ 30 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണം. തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ടും വീട്ടുജോലിക്ക് പോയിട്ടുമാണ് ഈ മകനെ പഠിപ്പിക്കുന്നതും വീട്ടിന്റെ വാടക കൊടുക്കുന്നതും പ്രായമായിട്ടുള്ള ഉമ്മാനെ നോക്കുന്നതും. പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു മോനാണ്. ഈ മോന്റെ ജീവൻ രക്ഷിച്ചാൽ മാത്രമാണ് ഈ വൃദ്ധരായ ഈ ഉമ്മമാർക്ക് ഒരത്താണിയായിട്ട് ആ മകൻ മാറുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണം. 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. യത്തീമായി വളർന്നിട്ടുള്ള ഒരു പൊന്നുമോനാണ്. ഇവർക്ക് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഒരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്കാണെങ്കിൽ കേൾവി ശക്തി ഇല്ല. നമുക്കറിയാം, നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഈ നാട്ടുകാരുടെയൊക്കെ പൊന്നുമോനായി വളർന്നിട്ടുള്ള നമ്മുടെ മോന്റെ പ്രായമുള്ള മോനാണ് ഷിബിലി. ഇവരുടെ ഈ ദാരുണമായിട്ടുള്ള ഈ ഒരു അവസ്ഥക്ക് നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല. കാരണം നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. നമ്മുടെ മോനാണ് അവന്. ഷിബിലി എന്ന് പറഞ്ഞ നമ്മുടെ മോനാണ്. നമ്മുടെ മോനെ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാല് ഈ വയ്യാത്ത ഉമ്മാക്കാണെങ്കിലും ശരി അവരുടെ ഒരു പ്രതീക്ഷയാണ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഈ നാട്ടുകാർ പറഞ്ഞിട്ടില്ലേ, ജനപ്രതിനിധികൾ പറഞ്ഞിട്ടില്ലേ, ഫിറോസ് പറഞ്ഞിട്ടില്ലേ, നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിക്കുക. ഈ പറഞ്ഞ പോലത്തെ ഒരു ദ്രംസ് ആണെങ്കിലും ശരി അത് അവന് എത്തിച്ചു കൊടുത്തിട്ട് മാക്സിമം എത്രയും പെട്ടെന്ന് അവന്റെ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തുതി. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്. എൻ്റെ പേര് റോസമ്മ വർഗീസ്. നമ്മുടെ ഈ ഷിബിൽമോൻ നമ്മുടെ ഈ നാടിന്റെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരു കുഞ്ഞാണ്. അവന് അപ്രതീക്ഷിതമായ സാഹചര്യത്തില് അവനൊരു ആക്സിഡന്റിൽ പെടുവാനിടയായി. അവന്റെ ജീവൻ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ ആവശ്യമാണ്. സാബിറായിക്ക് ഏക ആശ്രയം ഷിബിലാണ്. ഷിബിലിന്റെ ആശ്രയം അവന്റെ അമ്മയും. ആരുപോലും ഇല്ലാത്ത ഈ കുടുംബത്തിന് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വാടക വീട്ടിൽ താമസിക്കുന്നതിന് വാടക കൊടുക്കാൻ അവർക്ക് നിവൃത്തിയില്ല. വേറൊരിടമില്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ വാടകയ്ക്ക് എന്ന പോലെ ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെയും അവന്റെ ഉമ്മയുടെയും ആശ്രയം ഈ നാടിന്റെ ജനങ്ങളാണ്, നാട്ടിലെ ജനങ്ങളാണെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അവനെ രക്ഷിക്കാൻ ഞങ്ങളാൽ ആകുന്നത് ഞങ്ങൾ ചെയ്യുന്ന പോലെ ഈ നാടിന്റെ മുഴുവൻ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. ഈ രാത്രിയില് ഈ നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഷിബിലി എന്ന് പറയുന്ന ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ കുഞ്ഞിന് ആ ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മാക്ക് ആ ഒരു മോനും. വളരെ ചെറുപ്പത്തില് ഉപ്പ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഒരു കുടുംബം, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, വീട്ടുജോലിക്കൊക്കെ പോയിട്ട് ആ മകനെ വളർത്തി വലുതാക്കി +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അരീക്കോടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആ കുട്ടിയുള്ളത്. 30 ലക്ഷം രൂപയോളം ആ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മാത്രമാണ് ആ കുടുംബത്തിന് ഏക ആശ്രയം. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഷിബിലി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും ഷിബിലിയുടെ ഉമ്മയുടെ പേരിലുള്ള സാബിറയുടെ പേരിലും അതുപോലെ തന്നെ സാബിറയുടെ ഉമ്മയുടെ പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പ്രിയപ്പെട്ടവര്, മൂത്തടം ഗ്രാമപഞ്ചായത്തിൽ വട്ടപ്പാടത്ത് താമസിക്കുന്ന ആലെങ്കിൽ സാബ്രയുടെ മകൻ ഷിബിൽ വാഹനാപകടം പറ്റി ഏറെ ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. വളരെ ഗുരുതരമായ പരിക്ക് പറ്റിക്കൊണ്ട് ചികിത്സ നടക്കുകയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ഇതിന്റെ ചികിത്സയോ മറ്റു കാര്യങ്ങളോ ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളാകെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്. വാടകയ്ക്ക് താമസിക്കുന്ന സ്വന്തമായ വീട് പോലും ഇല്ലാത്ത ആ സാബരയുടെയും കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഷിബിൽ. 18 വയസ്സുള്ള ഷിബിലിന്റെ വളർച്ചയിലും ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ആ കുടുംബം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷിബിലിനെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഈ നാടിന്റെ ആകെ ഒരു പ്രതീക്ഷയും ആഗ്രഹവുമാണ്. അതിനെല്ലാവരും ഒരുമിച്ച് ചേരണം. ആ ഒരുമിച്ച് ചേരുന്ന സന്ദർഭമാണിത്. എല്ലാവരുടെയും സഹകരണം, അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണം. ഷിബിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ നാടിന്റെ ഒപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വട്ടപ്പാടം പള്ളിയിലെ മദ്രസയിലെയും ഉസ്താദാണ്. ഈ വട്ടപ്പാടം പ്രദേശത്ത് താമസിക്കുന്ന മോനാണ് ഷിബിലി എന്ന ഈ കുട്ടി. ഇപ്പോൾ ആക്സിഡന്റ് ആയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഇവരുടെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. അവർക്കൊന്നിനും താങ്ങും തണലുമായിട്ട് മറ്റൊന്നും അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരും കുടുംബങ്ങളും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അതിനുള്ള സഹായ ഫണ്ട് സ്വരൂപിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ കുട്ടി ജീവിതത്തിലേക്ക് എണീറ്റ് വരുന്ന ഒരു പ്രായമാണ് ഇപ്പോഴുള്ളത്. ആ കുട്ടിയെ നമുക്കെല്ലാവർക്കും കൈപിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങളാൽ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളെല്ലാവരും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ജാതി മത ഭേദമന്യേ കൈകോർത്ത് നിന്നുകൊണ്ട് സഹായിച്ച് ആ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകി രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ ബ്ലോക്കിൽ മൂത്തേടം പഞ്ചായത്തിലെ 8ാം വാർഡിലെ മേറ്റാണ് ഞാൻ. ഞങ്ങളുടെ കൂടെ തൊഴിലാളിയായിരുന്ന പ്രിയപ്പെട്ട സാമ്രയുടെ മകൻ ഷിബിൽ ചില ദിവസങ്ങളായി ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അരീക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ എല്ലാവരും പറഞ്ഞതുപോലെ ചികിത്സയിലാണ്. സാമ്രയുടെ ചെവി കേൾക്കാത്ത ഒരവസ്ഥയാണ്. താൻ കൂലിപ്പണിയെടുത്തും തൊഴിലുറപ്പിൽ പണിയെടുത്തും ഒക്കെയാണ് തൻ്റെ മകനെ വളർത്തിയത്. എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബത്തിന് പ്രിയ ഷിബിലിന് വേണ്ട ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം എല്ലാവരുടെയും സഹകരണത്തോടെ, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വീണ്ടും പ്രിയ ഷിബില് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും ഉമ്മയ്ക്കും വല്യമ്മയ്ക്കും എല്ലാം ആശ്വാസമായി തീരുവാനും എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.